വയനാട്ടിലെ ദുരന്തഭൂമിയായ ചൂരൽമലയിലും മുണ്ടക്കയിലും സഹായവും സാന്ത്വനവുമായി ഒട്ടനവധി പേരാണ് എത്തിയിരിക്കുന്നത്. തങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായം ചെയ്യുക. അവിടേക്ക് പോകാൻ വേണ്ടി ഡ്രൈവിംഗ് സീറ്റിൽ കയറിയ ദീപ ജോസഫിന് പറയാൻ ഉള്ളത് ഇത് മാത്രമാണ്. 10 മാസം മുമ്പ് മകൾ ഏഞ്ചൽ മരിയുടെ മരണത്തോടെ ആംബുലൻസിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നിറങ്ങിയ ദീപ ചൂരൽമലയിലെ ഉരുൾപൊട്ടലിനെ കുറിച്ചറിഞ്ഞ് വീണ്ടും ആംബുലൻസ് എടുക്കാൻ തയ്യാറായി. ഇപ്പോൾ ചൂരൽമലയിലും മുണ്ടക്കയിലും ദുരന്തഭൂമിയിൽ സജീവമാണ് ദീപ. കേരളത്തിലെ ആദ്യത്തെ വനിതാ ആംബുലൻസ് ഡ്രൈവറായ ദീപയ്ക്ക് സംസ്ഥാന സർക്കാരിന്റെ സ്ത്രീശക്തി പുരസ്കാരമടക്കം സ്വന്തമാക്കിയിട്ടുണ്ട്. രക്താർബുദം മൂലം മകൾ മരണത്തിന് കീഴടങ്ങിയപ്പോൾ ശാരീരികമായും മാനസികമായും തളർന്ന ദീപ ഡ്രൈവിംഗ് ഉപേക്ഷിച്ചു. ശേഷം കല്ലാച്ചിയിലെ ആയുർവേദ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നതിനിടെയാണ് ചൂരൽമലയിലെ ദുരന്തത്തെക്കുറിച്ച് കേൾക്കുന്നത്. ഉടൻ ദീപയ്ക്ക് വിളി വന്നു. വടകര മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ EK അജീഷിന്റെ വിളിയായിരുന്നു അത്. ആംബുലൻസും ഫ്രീസറും ഘടിപ്പിച്ച് മേപ്പാടിയിൽ എത്തിക്കാമോ എന്നായിരുന്നു ചോദ്യം. എന്നാൽ തെല്ലും മടി കാണിക്കാതെ ആശുപത്രി കിടക്ക വിട്ട് ആംബുലൻസ് എടുത്ത് മേപ്പാടിയിലേക്ക് വിട്ടു. പിന്നെ വിശ്രമമില്ലാത്ത ഓട്ടമായിരുന്നു ദീപയ്ക്ക്.